Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ്. വോളിയം 1 പ്രഭുപാദും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതില് ഒരു മുതിർന്ന ശിഷ്യനാണ് ആദ്യദാസ് എന്ന് പറഞ്ഞ ഭക്തൻ. അദ്ദേഹവും വൈഫും ഒരു അമേരിക്കയിലെ ഒരു ടെമ്പിളില് കിച്ചൺ സർവീസിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റെഗുലർ ആയിട്ടുള്ള സർവീസ് എന്ന് വെച്ചാൽ കിച്ചൺ കുക്കിംഗ് സർവീസാണ്. അപ്പോൾ ഒരു വേളയിൽ ശ്രീല പ്രഭുപാദ് അടുത്ത ദിവസം ഈ ടെമ്പിളിലേക്ക് വരുന്നതായിട്ട് അവർ അറിഞ്ഞു. അപ്പം ടെമ്പിൾ അതോറിറ്റീസ് അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വൈഫിനോട് പറഞ്ഞു, തുളസി മഹാറാണിക്കൊരു സ്കർട്ട് തയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം മാതാജിക്കും പ്രഭുവിനും കുക്കിംഗ് സർവീസ് മാത്രമേ അറിയത്തുള്ളൂ, ഈ തയ്ക്കാനുള്ള ഇത് അറിയത്തില്ല. പക്ഷെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവരെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ മാതാജി അന്ന് നൈറ്റ് ഫുള്ളിരുന്ന് എങ്ങനെയൊക്കെയോ തയ്ച്ചു. പ്രഭു ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം പ്രഭുപാദ് വരുന്നതിന് മുമ്പ് ഈ തുളസി മഹാറാണിക്ക് ഇതിടാൻ വേണ്ടി അവർ കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്നപ്പോഴത്തേന് ഡിവോട്ടീസ് എല്ലാം അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത് വളരെ ഹൊറിബിളാണ്, വളരെ മോശമായിട്ടാണ് ഇത് തയ്ച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ വഴക്ക് പറഞ്ഞു. അവർക്ക് വിഷമം വരികയും അവർ കരയുകയും ചെയ്തു രണ്ടുപേരും. പ്രഭുപാദിനെ പ്ലീസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. എന്നിട്ട് പിന്നെ വേറെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഡിവോട്ടീസ് തന്നെ സ്കർട്ട് തുളസി മഹാറാണിക്ക് ഇട്ടു. അപ്പൊ പിന്നെ പ്രഭുപാദ് വരാൻ വേണ്ടി കാത്തു നിന്നു. പ്രഭുപാദ് ടെമ്പിളിലേക്ക് വന്ന് പ്രഭുപാദ് ഗ്രീറ്റിംഗ്സ് ഒക്കെ എടുത്ത് നടന്നു വന്നപ്പോഴത്തേന് പ്രഭുപാദ് ഈ തുളസിയും അതിന്റെ സ്കർട്ടും കണ്ടു. പ്രഭുപാദ് പെട്ടെന്ന് പറഞ്ഞു, ഇത്രയും മനോഹരമായ തുളസിയുടെ സ്കർട്ട് എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം അവർക്ക് നല്ല സന്തോഷമായി. ഹസ്ബൻഡ് ആൻഡ് വൈഫിന് നല്ല സന്തോഷമായി. പിന്നെ അവര് വീണ്ടും കരയാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ കരച്ചില് അതിന്റെ പഴയ കരച്ചില് പോലല്ല. പക്ഷെ അവര് റിയലൈസ് ചെയ്യുന്നു ആ സമയത്ത് പ്രഭുപാദ് ഒരു ഭഗവാന്റെ പ്യുവറായിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആണ് എന്ന് അവർ റിയലൈസ് ചെയ്തു. അവർ പറയാണ് അവരത്രയും സിൻസിയറിറ്റിയോടുകൂടിയാണ് അത് ചെയ്തത്. പക്ഷെ എക്സ്റ്റേണലി അത് മോശമായിരിക്കാം. പക്ഷെ പ്രഭുപാദ് അതിന്റെ എക്സ്റ്റേണൽ ഭംഗിയല്ല നോക്കിയത്, അവരുടെ ഉള്ളിലുള്ള സിൻസിയറിറ്റി അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി എന്നത് അവർക്ക് മനസ്സിലായി. അത് ഭഗവാനാണ് നമ്മുടെ ഭാവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഒരു പരിശുദ്ധ ഭക്തനും നമ്മൾ എന്ത് സിൻസിയറിറ്റിയോടുകൂടിയാണ് ഒരു കാര്യം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവരവിടെ വെച്ച് റിയലൈസ് ചെയ്തതായിട്ട് പറഞ്ഞു.